അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു റിയാലിറ്റി ഷോ വരുമ്പോൾ അന്ന് എൻ്റെ മനസ്സിലാകുള്ളതെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് സ്റ്റേജൊക്കെ കിട്ടാനുള്ള ഒരു അവസരമാണ് ഈ റിയാലിറ്റി ഷോയിൽ വരിക എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. പക്ഷെ അതിന്റെ ടൈറ്റിൽ വിന്നർ ആകുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ല. നമുക്കതിൽ ആ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരുപാട് ട്രെയിനിങ്ങും ഒരുപാട് ആൾക്കാരുടെ അണ്ടറിൽ അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ അതെ നമ്മള് അതാ ഞാൻ പറഞ്ഞു അതുവരെ പാടുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ സിംഗിങ് നന്നാക്കുക. മറ്റേ ടോട്ടലി നമുക്ക് കുറെ ഗ്രൂമേഴ്സ് അതുപോലെ ഇഷ്ടംപോലെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒരു പരിചയപ്പെടാൻ പറ്റി അവരുടെ മിക്കവാറും ഇപ്പൊ ഞങ്ങൾക്ക് ഓരോ സെഷൻസ് വരുമ്പോഴും അതിന് മുമ്പ് ചിലപ്പോൾ ഒരു വോക്കൽ ട്രെയിനർ ഉണ്ടാവും, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. നമുക്ക് എങ്ങനെയാണ് സിംഗിങ് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ, അങ്ങനെ പല ഭാഗത്തുണ്ട്. ഓവറോൾ നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, അപ്പൊ അതൊക്കെ എങ്ങനെ പ്രസന്റ് ചെയ്യുക, അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രെയിനിങ് അതിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് മുമ്പ് വരെ ചിലപ്പോൾ ഒരു സ്റ്റേജിൽ കയറി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പാടാൻ നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എങ്ങനെ എന്ത് തരം പാട്ട് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഏറ്റവും ഭംഗിയായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും, നമ്മുടെ പ്രസന്റബിൾ ആവുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഗ്രൂമിങ് അവിടെ നിന്ന് കിട്ടും. അപ്പൊ അത് എന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, നമ്മളെ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട്